നമസ്കാരം ഏവർക്കും മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നെറ്റ് മലയാളം മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. കഥാസാഹിത്യം എന്ന നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിനകത്തെ ചെറുകഥ എന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ നെറ്റുമായി ബന്ധപ്പെട്ട ഓറിയന്റേഷൻ ക്ലാസ് മുതൽ തുടർന്ന് ഇങ്ങോട്ടുള്ള 1-2 യൂണിറ്റുകളുടെ ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുൻപത്തെ ക്ലാസ്സുകൾ കൂടി കണ്ടിട്ട് ഈ ക്ലാസ്സിലേക്ക് എത്തുന്നത് കൂടുതൽ നന്നാകും. നമുക്കറിയാം, ചെറുകഥ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചെറുകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധിയായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്സിന്റെ സ്ഥിരം പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താമോ എന്നുള്ളത്. അപ്പോൾ പരമാവധി നമ്മൾ കൂടുതൽ ചോദ്യ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ചെറുകഥ എന്ന് പറയുമ്പോൾ എന്താണ് ചെറുകഥ എന്ന് പറയുന്നത്? കഥകൾ എന്ന് പറയുമ്പോൾ പണ്ട് മുതൽ തന്നെ അല്ലെ, ചെറുകഥാ സാഹിത്യം വളരെ പണ്ട് കാലത്ത് തന്നെ രൂപം കൊണ്ടിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. ഏകാഗ്രത ചെറുകഥയുടെ മൗലിക സ്വഭാവമാണ് അല്ലെ. ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കഥാപാത്രം, ഒരു വികാരം, ഒരു വ്യവസ്ഥ, ഇവയൊക്കെ തന്നെയായിരിക്കും ഒരു ചെറുകഥയുടെ ഊന്നലായിട്ട് സൂചിപ്പിച്ചു പോകാനായിട്ടുള്ളത്. നമുക്കറിയാം, 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിൽ പാശ്ചാത്യ സാഹിത്യ സമ്പർക്കത്തിൽ അതിന്റെ ഒരു ഫലമായിട്ട് മലയാള ഭാഷയിൽ ആവിർഭവിച്ച പുതിയ സാഹിത്യ രൂപങ്ങളിൽ ഒന്നാണ് ചെറുകഥ എന്ന് പറയുന്നത് അല്ലെ. ചെറുകഥ എന്നത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായിട്ട് കണക്കാക്കുന്നത് 1891 വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വാസനാവികൃതിയാണ് അല്ലെ. 1891 വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ആദ്യ ചെറുകഥ എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈ രചനയുടെ കർത്താവ് ആരായിരുന്നു? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് അല്ലെ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനായിരുന്നു ഇതിന്റെ കർത്താവ് എന്നുള്ളത് നമുക്കറിയാം. ആദ്യകാല കഥാകൃത്തുക്കൾ ഏതൊക്കെയാണ് എന്നത് കൂടി നമുക്ക് മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം അല്ലെ. അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. ഒപ്പം തന്നെ CS ഗോപാലപ്പണിക്കർ, അമ്പാടി നാരായണ പൊതുവാൾ, MR KC, മൂർക്കോത്ത് കുമാരൻ, K സുകുമാരൻ, EV കൃഷ്ണപിള്ള തുടങ്ങിയിട്ടുള്ളവരാണ് നമ്മുടെ ആദ്യകാല കഥാകൃത്തുക്കളായിട്ട് അറിയപ്പെടുന്നത്. ആദ്യകാല കഥകളുടെ സവിശേഷതകളായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യകാല ചെറുകഥകളുടെ മുഖ്യ സവിശേഷതകൾ എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യത്തെ ചോദ്യം വരുന്നത് അല്ലെ. ആദ്യകാല ചെറുകഥകളുടെ മുഖ്യ സവിശേഷതകൾ എന്താണ്? ഗുണപാഠ പ്രധാനമാണ്, സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കുന്നു, കെട്ടുകഥകളുടെ സ്വഭാവം, രാഷ്ട്രീയ പ്രമേയങ്ങളുടെ ആഖ്യാനം, സംഭവ വിവരണങ്ങളിൽ ഊന്നുന്നു. അപ്പോൾ ആദ്യകാല ചെറുകഥകളുടെ മുഖ്യ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു പോകുന്നത്. ഏതൊക്കെയാണ് അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക? A ഗുണപാഠ പ്രധാനമാണ്, B പറയുന്നത് സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കുന്നു, C കെട്ടുകഥകളുടെ സ്വഭാവം, D രാഷ്ട്രീയ പ്രമേയങ്ങളുടെ ആഖ്യാനം, E സംഭവ വിവരണങ്ങളിൽ ഊന്നുന്നു. അപ്പോൾ ആദ്യകാല ചെറുകഥകളുടെ മുഖ്യ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതിനകത്ത് 1, 2, 3 ഓപ്ഷൻസ് എന്നുള്ള നിലയിൽ നമ്മൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. ഒരു ഓപ്ഷൻ മാത്രമല്ല ഇതിന്റെ ശരിയായിട്ടുള്ളത്. അതിലെ ഗുണപാഠ പ്രധാനമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ആദ്യകാല ചെറുകഥകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഗുണപാഠ പ്രധാനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ആദ്യകാല ചെറുകഥകൾ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കുന്നതായിരുന്നോ? അല്ല. സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കുന്ന തീമൊന്നും ആദ്യകാല ചെറുകഥകൾക്ക് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ കെട്ടുകഥകളുടെ സ്വഭാവം ഉണ്ടായിരുന്നു അല്ലെ. കെട്ടുകഥകളുടെ സ്വഭാവം ആദ്യകാല ചെറുകഥകളിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇനി അടുത്തു നോക്കൂ, രാഷ്ട്രീയ പ്രമേയങ്ങളുടെ ആഖ്യാനം അല്ലെ. ആദ്യത്തെ കഥകളിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. രാഷ്ട്രീയ പ്രമേയങ്ങളുടെ ആഖ്യാനമൊന്നും ആദ്യകാല ചെറുകഥകളിൽ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. സംഭവ വിവരണങ്ങളിൽ ഊന്നുന്നു അല്ലെ. സംഭവ വിവരണങ്ങളിൽ
ഊന്നുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യകാല ചെറുകഥകളുടെ മുഖ്യ സവിശേഷതകളായിട്ട് ഗുണപാഠപ്രധാനമാണ്, കെട്ടുകഥകളുടെ സ്വഭാവം, സംഭവ വിവരണങ്ങളിൽ ഊന്നുന്നു. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന പേരിലുള്ള 8 കഥകളുടെ പ്രമേയം ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ലഘുശാസ്ത്ര വിഷയങ്ങൾ, ഭൂമിശാസ്ത്രം, മതപ്രബോധനം, പഞ്ചതന്ത്ര കഥകൾ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഓപ്ഷൻസ് നോക്കി നമ്മൾ ഉത്തരത്തിലേക്ക് പോകണം അല്ലെ. ഓപ്ഷൻ എ പറയുന്നത് എല്ലാം ശരി, ഓപ്ഷൻ ബി പറയുന്നത് 1ഉം 3ഉം ശരി, ഓപ്ഷൻ സി പറയുന്നത് 3 മാത്രമാണ് ശരി, ഓപ്ഷൻ ഡി ആണെങ്കിലോ 1 മാത്രമാണ് ശരി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന പേരിലുള്ള 8 കഥകളുടെ അല്ലെ 8 കഥകളുടെ പ്രമേയം എന്നുള്ളത് എന്താണ്? മതപ്രബോധനമാണ്. മതപ്രബോധനമാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് 3 മാത്രമാണ് ശരി. മതപ്രബോധനം എന്നുള്ളതാണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അമ്പാടി നാരായണ പൊതുവാളിന്റെ ഉളി പിടിച്ച കയ്യിൽ ഡിറ്റക്റ്റീവ് സ്വഭാവമുള്ള കഥയാണ് എന്ന് ഒരു അഭിപ്രായം തന്നിരിക്കുകയാണ്. ഇത് ഭാഗികമായി ശരി, അത് പക്ഷേ ഡിറ്റക്റ്റീവ് കഥയല്ല എന്ന് പറയുന്നുണ്ട്. പൂർണ്ണമായും ഇത് തെറ്റാണെന്ന് സൂചിപ്പിക്കുന്ന ഓപ്ഷൻ ബി. ഓപ്ഷൻ സി പറയുന്നത് ഭാഗികമായി ശരി, അമ്പാടി നാരായണ പൊതുവാളിന്റെ കൃതിയല്ല എന്നാണ് അത് പറയുന്നത്. ഓപ്ഷൻ ഡി നോക്കൂ, പൂർണ്ണമായും ശരിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്പാടി നാരായണ പൊതുവാളിന്റെ ഉളി പിടിച്ച കയ്യ് ഡിറ്റക്റ്റീവ് സ്വഭാവമുള്ള കഥയാണ് എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ശരി, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അല്ലെ. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. പട്ടിക 1ഉം 2ഉമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ ചേരുംപടി ചേർക്കുകയാണ്. ഉളി പിടിച്ച കയ്യ്, കഠിന കൃത്യം, ആരാന്റെ കുട്ടി, കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ. പട്ടിക 2 പരിശോധിക്കാം. കെ സുകുമാരൻ, MR കേസി, തേലപ്പുറത്ത് നാരായണൻ നമ്പി, അമ്പാടി നാരായണ പൊതുവാൾ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻ എയും ബിയും സിയും ഡിയും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആരൊക്കെയാണ് രചിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉള്ളി പിടിച്ച കയ്യ് ആരുടേതാണ്? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഉള്ളി പിടിച്ച കയ്യ് ആരുടേതാണ്? അത് അമ്പാടി നാരായണ പൊതുവാളിൻ്റെതാണ് അല്ലെ. അമ്പാടി നാരായണ പൊതുവാളിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 4 അല്ലെ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 4ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഓപ്ഷൻ എന്തായാലും വെട്ടാം, കാരണം നമുക്ക് അതിനകത്തില്ല. അടുത്ത നോക്കൂ, കഠിന കൃത്യം. കഠിന കൃത്യം അതാരുടേതാണ്? കഠിന കൃത്യം. കഠിന കൃത്യം തേലപ്പുറത്ത് നാരായണൻ നമ്പിയുടേതാണ് അല്ലെ. തേലപ്പുറത്ത് നാരായണൻ നമ്പിയുടേതാണ് കഠിന കൃത്യം. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 3ആണ് വരുന്നത്. ഓപ്ഷൻ ബി 3 വരുന്ന അടുത്ത ഓപ്ഷൻ ഏതാണ്? നമ്മൾ വേഗം തന്നെ ഉത്തരത്തിലേക്ക് എത്തി. ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ അടുത്തത് C1 ആണ് അല്ലെ. ആരാന്റെ കുട്ടി, കെ സുകുമാരൻ, കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ, MR കേസി. ഇങ്ങനെയാണ് നമ്മൾ വേഗം ഇത്തരത്തിലുള്ള ചേരുംപടി ചേർക്കുക. നമുക്ക് അറിയാവുന്ന ഉത്തരത്തിന്റെ നേരെ ആദ്യം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ അകത്ത് നോക്കിക്കൊണ്ട് നമുക്ക് വേഗം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ആ നിലയിൽ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മലബാറിൽ പ്രചാരമുള്ള പുത്തിയുണ്ട് പുത്തി പെറ്റ 5-6 മക്കളുമുണ്ട് എന്ന ഫലിതച്ചൊല്ലിനെ ആസ്പദമാക്കി കേസരി രചിച്ച കഥ ഏതാണ്? മലബാറിൽ പ്രചാരമുള്ള പുത്തിയുണ്ട് പുത്തി പെറ്റ 5-6 മക്കളുമുണ്ട് എന്ന ഫലിതച്ചൊല്ലിനെ ആസ്പദമാക്കി കേസരി രചിച്ച കഥ ഏതാണ്? പൊട്ടഭാഗ്യം, മേനോക്കിയെ കൊന്നതാരാണ്, മദിരാശി പിത്തലാട്ടം, ദ്വാരക. ഏതാണ് ശരിയായ ഉത്തരം? അത് പൊട്ടഭാഗ്യമാണ്. പൊട്ടഭാഗ്യമാണ് ശരിയായ ഉത്തരം. പൊട്ടഭാഗ്യമാണ്. നമുക്കറിയാം വടക്കേ മലബാറിൽ പ്രസിദ്ധമായിട്ടുള്ള വേങ്ങയിൽ എന്ന ജന്മി കുടുംബത്തിലെ അംഗമായിരുന്നു ആര്? കേസരി എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം ഈ കേസരി എന്ന തൂലികാ നാമത്തിന് പുറമെ തന്നെ വജ്രബാഹു 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 എന്നും സ്വദേശമിത്രൻ സ്വദേശമിത്രൻ
ദേശാഭിമാനി, ഒപ്പം തന്നെ വജ്രസൂചി. ഈ പേരുകളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്കയിലെ മാർക്ക് ട്വെയിന്റെ സ്ഥാനം മലയാളത്തിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർക്കാണ് മഹാകവി ഉള്ളൂർ നൽകുന്നത്, അല്ലെ? ഓക്കെ, അമേരിക്കയിലെ മാർക്ക് ട്വെയിന്റെ സ്ഥാനം മലയാളത്തിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർക്കാണ് മഹാകവി ഉള്ളൂർ നൽകുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ മറ്റ് കഥകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ മറ്റ് കഥകൾ കൂടി പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ദ്വാരക, ദ്വാരക വരുന്നുണ്ട്. മേനോക്കിയെ കൊന്നതാര്? മേനോക്കിയെ കൊന്നതാരാണെന്ന് കേട്ടോ. കൊന്നതാരാണ്? പരമാർത്ഥം. മദിരാശി പിത്തലാട്ടം. ഒരു പൊട്ടം ഭാഗ്യം, അത് നമ്മുടെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വന്നു, അല്ലെ? ചീട്ടുകളി, എന്റെ അനുഭവം തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഇനി നമുക്ക് ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോന്റെ കൃതികൾ കൂടി പരിശോധിക്കാം. ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോൻ കല്യാണക്കുട്ടി, ഒടുവിലിൻ്റെതാണ് കല്യാണക്കുട്ടി, ജാനു, നാരായണിക്കുട്ടി തുടങ്ങിയിട്ടുള്ളവർ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അടുത്തത് മൂർക്കോത്ത് കുമാരന്റെ കൃതികൾ നോക്കാം. കലികാല വൈഭവം, കോഴിക്കോട് യാത്ര, എന്റെ തീവണ്ടി യാത്ര, അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് എന്റെ തീവണ്ടി യാത്ര. ഞാൻ എല്ലാം എഴുതി പോകുന്നില്ല, നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ, നമുക്ക് കുറച്ച് ദിവസം കൂടി ഉള്ളു, അല്ലെ? അപ്പോൾ എന്റെ തീവണ്ടി യാത്ര, ഒരു കഠിനക്കൈ, മരണപത്രം, പിശാച്, ജ്യേഷ്ഠത്തി അമ്മയുടെ ആഭരണങ്ങൾ, ഒരൊറ്റ നോട്ടം, കൊലയോ ആത്മഗതിയോ, ചെങ്ങാതിയുടെ പരിവർത്തനം, ഒരു ചെറിയ കുട്ടി, വനകുസുമം തുടങ്ങിയിട്ടുള്ളത് മൂർക്കോത്തുകുമാരന്റെ കൃതികളാണ്. അടുത്ത നോക്കാം, കെ സുകുമാരന്റെ കഥകൾ നോക്കാം. സുലോചന, കനിയുടെ ചികിത്സ, കെ സുകുമാരൻ്റെതാണ്. കെ സുകുമാരന്റെ കഥകൾ നോക്കാം. സുലോചന, കനിയുടെ ചികിത്സ, ഒരു പൊടിക്കൈ, ആരാന്റെ കുട്ടി, ആനനായാട്ട്, ഞാനും എന്റെ പേടിയും. അടുത്തത് സി എസ് ഗോപാലപ്പണിക്കരുടെ കഥകൾ നോക്കാം. സി എസ് ഗോപാലപ്പണിക്കരുടെ കഥകൾ നോക്കാം. നീളം കുറഞ്ഞ കത്ത്, മേൽവിലാസം മാറി, ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല തുടങ്ങിയിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ കൃതികളായിട്ട് സൂചിപ്പിച്ചു പോകാനായിട്ടുള്ളത്. അടുത്ത നോക്കാം. അതായത് നീലഗിരിയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള വില്യം ചാർലി എന്ന ചെറുപ്പക്കാരന്റെ കഥ പറയുന്ന സി എസിന്റെ കൃതിയാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. നീലഗിരിയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള വില്യം ചാർലി എന്ന ചെറുപ്പക്കാരന്റെ, എഞ്ചിനീയർ ആയിട്ടുള്ള വില്യം ചാർലി എന്ന ചെറുപ്പക്കാരന്റെ കഥ പറയുന്ന സി എസിന്റെ കൃതിയാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല.
ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക നോക്കാം. പട്ടിക 1ഉം 2ഉമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുകയാണ്. കാഥികന്റെ പണിപ്പുര, കഥാത്മകം, കഥ കാലം പോലെ, ചിത്രകലയും ചെറുകഥയും. പട്ടിക 2 നോക്കാം. എൻ പ്രഭാകരൻ, TR, MD വാസുദേവൻ നായർ, N ശശിധരൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഥാപഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ, ചേരുംപടി ചേർക്കുക എന്നുള്ളത്. കാഥികന്റെ പണിപ്പുര, കഥാത്മകം, കഥകാലം പോലെ, ചിത്രകലയും ചെറുകഥയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താം. കാഥികന്റെ പണിപ്പുര ആരുടേതാണ്? കാഥികന്റെ പണിപ്പുര അത് MD വാസുദേവൻ നായരുടേതാണ്, MDയുടേതാണ്. ഓക്കെ, MDയുടേതാണ്. MDയുടേതാണ് കാഥികന്റെ പണിപ്പുര. അടുത്ത നോക്കാം. കഥാത്മകം ആരുടേതാണ്? കഥാത്മകം അത് N പ്രഭാകരൻ. N പ്രഭാകരൻ. കഥ കാലം പോലെ, കഥ കാലം പോലെ അതാരുടേതാണ്? N ശശിധരന്റേതാണ് കഥ കാലം പോലെ. അടുത്തത് TNന്റേതാണ് ചിത്രകലയും ചെറുകഥയും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഥാപഠനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കഥാപഠനങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കഥാപഠനങ്ങൾ കൂടി പരിശോധിച്ചു പോകാം. കഥ തേടുന്നത് അതാരുടേതാണ്? N പ്രഭാകരൻ. അടുത്ത നോക്കാം. ചെറുകഥയുടെ ഛന്ദസ് എന്നുള്ളതാണ്. ചെറുകഥയുടെ ഛന്ദസ് അതാരുടേതാണ്? V രാജകൃഷ്ണൻ. അടുത്തത് ചെറുകഥ വാക്കും വഴിയും എന്നുള്ളതാണ്. ചെറുകഥ വാക്കും വഴിയും അതാരുടേതാണ്? ചെറുകഥ വാക്കും വഴിയും അത് ഡോക്ടർ KS രവികുമാറിന്റേതാണ്. ചെറുകഥ വാക്കും വഴിയും. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് അടുത്തത് സൂചിപ്പിച്ചു പോകാം, വായിച്ചു പോകാം. ഓക്കെ, പറഞ്ഞു പോകാം. അടുത്തത് ഏതാണ്? ചെറുകഥാ സാഹിത്യം അതാരുടേതാണ്? MB പോളിന്റേതാണ് ചെറുകഥാ സാഹിത്യം. ചെറുകഥ ഇന്നലെ ഇന്ന്, M അച്യുതൻ. ചെറുകഥ ഇന്നലെ ഇന്ന്. അടുത്തത് മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രം, MM ബഷീറിന്റേതാണ്. മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രം. ഓക്കെ, നമ്മുടെ ചെറുകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഹിത്യ ചരിത്രം എന്നുള്ള നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണത്. മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രം, ഡോക്ടർ MM ബഷീർ. ഒറ്റയാന്മാരുടെ വഴി ആരുടേതാണ്? വത്സലൻ വാതുശ്ശേരി, ഡോക്ടർ വത്സലൻ വാതുശ്ശേരി. കഥാന്തരം VR സുധീഷ്. ആരുടേതാണ്? VR സുധീഷ്. വാക്കിലെ സമൂഹം EV രാമകൃഷ്ണൻ. വാക്കിലെ സമൂഹം ആരുടേതാണ്? EV രാമകൃഷ്ണന്റേതാണ്. വാക്കിലെ സമൂഹം EV രാമകൃഷ്ണൻ. വാക്കിലെ സമൂഹം. ചെറുകഥ ആഖ്യാനവും അനുഭവസത്തയും KP അപ്പൻ. ചെറുകഥ ആഖ്യാനവും അനുഭവസത്തയും KP അപ്പന്റേതാണ്. കഥയും പരിസ്ഥിതിയും G മധുസൂദനന്റേതാണ്. കഥയും പരിസ്ഥിതിയും G മധുസൂദനൻ. അടുത്ത നോക്കൂ. കഥയും ഭാവുകത്വ പരിണാമവും അതാരുടേതാണ്? അത് ഡോക്ടർ KS രവികുമാറിന്റേതാണ്. അപ്പോൾ നമ്മള് ഡോക്ടർ KS രവികുമാറിന്റെ മറ്റൊരു പുസ്തകം പറഞ്ഞിരുന്നു, ചെറുകഥ വാക്കും വഴിയും എന്നുള്ളത് അല്ലെ. ചെറുകഥ വാക്കും വഴിയും എന്നുള്ളത്. അടുത്ത നോക്കൂ. കഥയും ഫാന്റസിയും അതാരുടേതാണ്? അത് വത്സലൻ വാതുശ്ശേരി, വത്സലൻ മാഷിന്റേതാണ്. കഥയും ഫാന്റസിയും. ഒപ്പം തന്നെ ഒറ്റയാന്മാരുടെ വഴി അല്ലെ. ഇത് രണ്ടും വത്സലൻ വാതുശ്ശേരി അദ്ദേഹത്തിന്റെ പഠനമാണ്, ചെറുകഥയുമായി ബന്ധപ്പെട്ട പഠനമാണ്. അടുത്ത ചോദ്യം നോക്കാം. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ നായയെ അനുസ്മരിപ്പിക്കുന്ന
മുട്ടത്ത് വർക്കി രചിച്ച മറ്റൊരു നായയുടെ കഥ ഏതാണ്? തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ നായയെ അനുസ്മരിപ്പിക്കുന്ന മുട്ടത്ത് വർക്കി രചിച്ച മറ്റൊരു നായയുടെ കഥ ഹീനജന്മം, മഴക്കാറുകൾ, പൊട്ടാത്ത നൂലുകൾ, കൊയ്ത്ത്. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? അത് ഹീനജന്മമാണ്. ഹീനജന്മമാണ്. ഓപ്ഷൻ എ ഹീനജന്മമാണ് അതിന്റെ ശരിയായ ഉത്തരം. അടുത്ത നോക്കൂ. ഡോക്ടറുടെ കത്തിയല്ല, മുഴുത്ത വെട്ടുകത്തി തന്നെയാണ് ഈ കഥാകാരൻ ഉപയോഗിക്കുന്നതെന്ന് പൊൻകുന്നം വർക്കിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? കേസരി, മുണ്ടശ്ശേരി, എസ് ഗുപ്തൻ നായർ, MP പോൾ. ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്? അത് എസ് ഗുപ്തൻ നായരാണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നമുക്ക് പരമാവധി ചോദ്യങ്ങൾ നോക്കേണ്ടത് കൊണ്ടാണ് വളരെ സ്പീഡിൽ തന്നെ നമ്മൾ പോകുന്നത്. നോക്കൂ, വൃക്ഷങ്ങൾ നശിക്കുന്നു, കാടുകൾ നശിക്കുന്നു, ശീതോഷ്ണ സ്ഥിതി മാറി വരികയാണ്, ജലാശയങ്ങൾ, കുളങ്ങൾ, കിണറുകൾ വറ്റി വരണ്ടു തുടങ്ങിയിരിക്കുന്നു. പാരിസ്ഥിതികമായ ഈ വിചാരം ബഷീറിന്റെ ഏത് കഥയിലേതാണ്? ബഷീറിന്റെ ഏത് കഥയിലേതാണ്? ഭൂമിയുടെ അവകാശികൾ, തേന്മാവ്, വൃക്ഷങ്ങൾ, ശിങ്കിടിമുങ്കൻ. ഏതാണ് ശരിയായ ഉത്തരം? അത് വൃക്ഷങ്ങൾ എന്നുള്ളതാണ്. വൃക്ഷങ്ങൾ. ഓപ്ഷൻ സി വൃക്ഷങ്ങൾ എന്നുള്ള കഥയിലേതാണ് ഈ കൊടുത്തിട്ടുള്ള ഭാഗം? തകഴി, ദേവ്, ബഷീർ, പൊറ്റക്കാട് തുടങ്ങിയിട്ടുള്ളവരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അവരുടെ രചനകൾക്ക് സഞ്ജയൻ നൽകിയ വിശേഷണം എന്താണ്? വിശേഷണം എന്താണ്? പ്രതിലോമ സാഹിത്യം, അധമ സാഹിത്യം, ജീർണ സാഹിത്യം, ഓക്കാന സാഹിത്യം. ഏതാണ് ശരിയായ ഉത്തരം? അത് ഓക്കാന സാഹിത്യം എന്നാണ് തകഴിയുടെയും ദേവിന്റെയും ബഷീറിന്റെയും പൊറ്റക്കാടിന്റെയും കൃതികളെ, അവരുടെ രചനകൾക്ക് സഞ്ജയൻ നൽകിയിട്ടുള്ള വിശേഷണം എന്ന് പറയുന്നത്. 1950 ലോക ചെറുകഥാ മത്സരത്തിൽ രണ്ട് തലമുറ എന്ന കഥയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ച കഥാകൃത്ത് ആരാണ്? 1950 ലോക ചെറുകഥാ മത്സരത്തിൽ രണ്ട് തലമുറ എന്ന കഥയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ച കഥാകൃത്ത് ആരാണ്? അല്ലെ, കഥാകൃത്ത് ആരാണ്? KT മുഹമ്മദ്, MD വാസുദേവൻ നായർ, ഉറൂബ്, TKC വടുതല. ആരാണത്? അത് TKC വടുതലയ്ക്കാണ് 1950 ലോക ചെറുകഥാ മത്സരത്തിൽ ഇല്ലേ രണ്ട് തലമുറ എന്ന് പറയുന്ന കഥ രചിച്ചുകൊണ്ട് സമ്മാനം ലഭിച്ചിട്ടുള്ള കഥാകൃത്ത്. അടുത്തതൊരു ചേരുംപടി ചേർക്കുക എന്ന ചോദ്യമാണ്. പട്ടിക 1ഉം 2ഉമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷൻസുമാണ് സൂചിപ്പിക്കുന്നുണ്ട്. പെൺബുദ്ധി, പ്രതികാര ദേവത, കോനാട്, അരുന്ധതി കരയുന്നില്ല. പട്ടിക 2 പരിശോധിച്ചാൽ മാധവിക്കുട്ടി, സരസ്വതിയമ്മ, P വത്സല, ലളിതാംബിക അന്തർജനം. അപ്പോൾ ഇവർ രചിച്ചിട്ടുള്ള കൃതികൾ എന്നുള്ള നിലയിൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം. അതിൽ ഓപ്ഷൻ എയും ബിയും പരിശോധിച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ എ 2 എന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചു പോകുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ആ നിലയിലേക്കുള്ള ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാം. ഓക്കെ, നമുക്കറിയാം പെൺബുദ്ധി ആരുടേതാണ്? പെൺബുദ്ധി ആരുടേതാണ്? അത് സരസ്വതി അമ്മയുടേതാണ്. പെൺബുദ്ധി സരസ്വതി അമ്മയുടേതാണ്. അപ്പോൾ ഓപ്ഷൻ A2 എന്ന് പറയുന്നത് എയും ബി അതിലേക്കാണ് വരുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് സിയും ഡിയും കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ 2 ഓപ്ഷൻ അകത്തു നിന്നുള്ള ഉത്തരത്തിലേക്കാണ് എത്തേണ്ടത്. അടുത്തത് പ്രതികാര ദേവത. അതാരുടേതാണ്? അതാരാണ് രചിച്ചിട്ടുള്ളത്? പ്രതികാര ദേവത രചിച്ചിട്ടുള്ളത് ലളിതാംബിക അന്തർജനമാണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓപ്ഷൻ 4 വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ. അതായത് ബിയുടെ ഓപ്ഷൻ 4 വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ സി ഒന്നാണ് വരുന്നത്. കോലാട് മാധവിക്കുട്ടിയുടേതാണ്. അടുത്തത് അരുന്ധതി കരയുന്നില്ല, P വത്സല. നമുക്ക് ഇങ്ങനെ ഉത്തരത്തിലേക്ക് വേഗം എത്താം. അടുത്ത നോക്കാം. അടുത്തൊരു ചോദ്യം. ഞാൻ ജമീല ബീവിയെ സ്നേഹിക്കുന്നു, സന്തോഷം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജമീല, ഞാൻ നിന്റെ എല്ല് തകർക്കും. ഈ സംഭാഷണം ബഷീറിന്റെ ഏത് കഥയിലേതാണ്? അല്ലെ, ഒരു കഥാഭാഗം തന്നിട്ട്, കഥയിലെ കുറച്ച് ഭാഗം തന്നിട്ട് ഏത് കൃതിയിലേതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറയുന്നത് അല്ലെ. പൂവമ്പഴം, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, വിശ്വവിഖ്യാതമായ മൂക്ക്. ഏതാണ് കൃതി? അദ്ദേഹത്തിന്റെ ഏത് കഥയാണ്? അത് പൂവമ്പഴമാണ് ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം നോക്കാം. പ്രണയത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥയെന്ന് KP അപ്പൻ വിശേഷിപ്പിച്ച കഥ ഏതാണ്? പ്രണയത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥയെന്ന് KP അപ്പൻ വിശേഷിപ്പിച്ച കഥ ഏതാണ്? ഏതാണ്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഗൗരി, നഷ്ടപ്പെട്ട നീലാംബരി, വാനപ്രസ്ഥം. ഏതാണ് ശരിയായ ഉത്തരം? അത് ഗൗരിയാണ്. ഗൗരിയാണ് ശരിയായ ഉത്തരം. ഗൗരിയാണ്. വരിവരിയായി നിൽക്കുന്ന കാറ്റാടി മരത്തിലൊന്നിന്റെ ചുവട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ മുൻപിൽ ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയാണ്. ഇങ്ങനെ ആരംഭിക്കുന്ന കൃതി ഏതാണ്? അല്ലെ, അതും ഒരു കഥയുടെ ഒരു ഭാഗം തന്നിട്ട് ഇങ്ങനെ ആരംഭിക്കുന്ന കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വരിവരിയായി നിൽക്കുന്ന കാറ്റാടി മരത്തിലൊന്നിന്റെ ചുവട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയാണ്. ഇങ്ങനെ ആരംഭിക്കുന്ന കൃതി ഏതാണ്? ഗൗരി, മരപ്പാവകൾ, ചോലമരങ്ങൾ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? അത് നമ്മളൊരു പക്ഷേ ചോലമരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനകത്തേക്ക് പോകും, അല്ലെ? അല്ല, പക്ഷെ അത് ഓപ്ഷൻ ഡി ആണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന കൃതിയാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്. ടി പത്മനാഭന്റേതാണ്, അല്ലെ? ടി പത്മനാഭന്റേതാണ് കൃതി എന്നതുകൂടി ഓർത്തു വെക്കുക. യേശുക്രിസ്തുവിന്റെ ജീവിത സംഭവങ്ങളെ ചിത്രപ്പെടുത്തുന്ന സക്കറിയയുടെ കഥ കണ്ണാടി കാൺമോളവും ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും വിശുദ്ധ താക്കോൽ അഥവാ ആത്മാവ് സ്വർഗത്തിൽ പോകുന്നത് എങ്ങനെ, അശ്ലീലം വരുത്തി വെച്ച വീണ. ഏതാണ് ശരിയായ ഉത്തരം? ഏതാണ് ശരിയായ ഉത്തരം? അത് കണ്ണാടി കാൺമോളവും. കണ്ണാടി കാൺമോളവും എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത് നോക്കൂ. കാക്കനാടന്റെ കഥകൾ ഏവ? കാക്കനാടന്റെ കഥകൾ ഏതൊക്കെയാണ്? അശ്വത്ഥാമാവിന്റെ ചിരി, ദൊറോത്തി എന്ന മാതാമ, നരകവാതിൽ, ശ്രീചക്രം. അതിൽ ഓപ്ഷൻസ് പരിശോധിക്കാം. എയും ബിയും ശരിയെന്ന് പറയുന്നു, ബിയും സിയും ശരിയെന്ന് പറയുന്നു, എയും ബിയും ഡിയും ശരിയെന്ന് പറയുന്നു, എയും സിയും ഡിയും ശരിയെന്ന് പറയുന്നു. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? നമുക്കൊന്ന് പരിശോധിക്കാം, അല്ലെ? അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതില് അശ്വത്ഥാമാവിന്റെ ചിരി, അല്ലെ? കാക്കനാടന്റെ കഥയാണ് അശ്വത്ഥാമാവിന്റെ ചിരി. ഓക്കെ. അടുത്തത് ഏതാണ്? ദൊറോത്തി എന്ന മാതാമ, അല്ലെ? അതും അദ്ദേഹത്തിൻ്റെതാണ്, കാക്കനാടന്റേതാണ്. ദൊറോത്തി എന്ന മാതാമ. അടുത്തത് ശ്രീചക്രം. ശ്രീചക്രം. ഓക്കെ, ശ്രീചക്രം. അപ്പോൾ എയും ബിയും ഡിയുമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ 3 ആണ്, അതായത് ഓപ്ഷൻ 3 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തിന്നടാ നീ തിന്ന്, ഇവിടെ നീ തനിച്ചാണ്, ഇവിടെ നിന്നോടൊപ്പം ഉണ്ണാൻ നിന്റെ മക്കളില്ല, നീ വാരി വാരി തിന്ന്. ഏത് കഥ? കഥാകൃത്ത് ആര്? കള്ളൻ MB നാരായണപിള്ള, ജന്മദിനം ബഷീർ, കൊലച്ചോറ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഹാജി ബാബ UA ഖാദർ. ഇതില് കഥയും അറിയണം, കഥാകൃത്തിനെയും അറിയണം, അല്ലെ? നമ്മള് ആ കഥ വായിച്ചിരിക്കുകയും വേണം. അപ്പോൾ കഥയുടെ ഒരു ഭാഗം തന്നിരിക്കുന്നു, ഏത് കഥയാണെന്ന് അറിയണം, ആരാണ് ഈ കഥ രചിച്ചത് എന്നറിയണം, അല്ലെ? ഏതാണ്? അപ്പോൾ ഇത് ഏത് കഥയിലെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇത് കൊലച്ചോറ് എന്ന് പറയുന്ന കഥയിലെ, പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൊലച്ചോറ് എന്ന് പറയുന്ന കഥയിലെ ഭാഗമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി നോക്കാം. അഞ്ചിടങ്ങഴി വിത്തിന്റെ നിലം വിറ്റു തിന്നു, ഒരു പുരയുണ്ടായിരുന്നതും വിറ്റു തിന്നു, ആ വയസ്സിത്തള്ളയെ ചുട്ടു തിന്നു, അതുകൊണ്ടും തീരാത്ത വിശപ്പാണ്, ഇനി കട്ടു തിന്നിട്ട് തീരണം. ഇത് ഏത് കൃതിയിലേതാണ് എന്നുള്ളതാണ്. അതുകൂടി ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ് കേട്ടോ. അത് കള്ളൻ എന്ന് പറയുന്ന MB നാരായണപിള്ളയുടെ കള്ളൻ. MB നാരായണപിള്ളയുടെ കള്ളൻ എന്ന കഥയിലെ ഭാഗമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ചെറുകഥകളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ അതിന്റെ ഭാഗങ്ങൾ തന്നിട്ട് അതിന്റെ കഥ ഏതാണ് തിരിച്ചറിയുക, അത് രചിച്ചത് ആരാണെന്ന് തിരിച്ചറിയുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നോക്കൂ. കുറച്ചു കാലം മുമ്പ് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് ഒരു ചെറിയ സംഭവം ഉണ്ടായി. മഠത്തിലെ വാസു നമ്പീശന്റെ പിടിയാനയും ദരിദ്രനായ ഒരു നെയ്യുറുമ്പും തമ്മിൽ പ്രണയത്തിലായി. ആരുടെ, ഏത് കഥയിലെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ ചോദ്യം. അതായത് ഏത് കഥയിലെ ആരംഭമാണിത് എന്നുള്ളതാണ്. മംഗളസ്വരൂപൻ SV വേണുഗോപൻ നായർ, എന്റെ ഉപ്പുപ്പാന്റെ ആന S ഹരീഷ്, കുഴിയാന M മുകുന്ദൻ, കുഴിയാന B മുരളി. അപ്പോൾ കുഴിയാന എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉത്തരം കുഴിയാന എന്നുള്ളതാണ്. പക്ഷെ ഇത് ആര് രചിച്ചത് എന്നുകൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയൂ, അല്ലെ? അതുകൊണ്ടാണ് നമുക്ക്
അങ്ങനെ ഒരു സംശയം വരാൻ സാധ്യത. അത് എം മുകുന്ദന്റെ കുഴിയാനയിലെ ഭാഗമാണ്. എം മുകുന്ദന്റെ കുഴിയാനയിലെ ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എടുത്തു നോക്കൂ. കൊഴിഞ്ഞിഴയുന്ന എണ്ണയിൽ കുതിർന്ന കൃഷ്ണസർപ്പച്ചുരുളുകളെ അച്ഛനും വെറുത്തിരുന്നു. അതുകൊണ്ട് അമ്മയും മുത്തശ്ശിയും അച്ഛൻ പെങ്ങളും നെറുകയിൽ നീട്ടിയ ശിവലിംഗങ്ങളുമായി വീട്ടിനകത്ത് നടന്നു. ആരുടെ ഏത് കഥയിലെ വരികൾ? സാറാ ജോസഫ് മുടിത്തെയ്യമുറയുന്നു, മാധവിക്കുട്ടി പക്ഷിയുടെ മണം, ഗ്രേസി ഭ്രാന്തൻ പൂക്കൾ, ചന്ദ്രമതി ലൂസിഫർ. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? സാറാ ജോസഫിന്റെ മുടിത്തെയ്യമുറയുന്നു എന്നുള്ളതാണോ? മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണമാണോ? ഗ്രേസിയുടെ ഭ്രാന്തൻ പൂക്കളിലേതാണോ? ചന്ദ്രമതിയുടെ ലൂസിഫർ എന്ന കൃതിയിലേതാണോ എന്നുള്ളതാണ്. ആരുടെ ഏത് കഥയിലെ വരികൾ എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? നമുക്കറിയാം അത് സാറാ ജോസഫിന്റെ മുടിത്തെയ്യമുറയുന്നു, അല്ലെ? മുടിത്തെയ്യമുറയുന്നു എന്നുള്ള കഥയിലെ വരികളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ചങ്കരാന്തി അട എന്ന കഥയുടെ കർത്താവ് ആരാണ്? ചങ്കരാന്തി അട എന്ന കഥയുടെ കർത്താവ് നാരായണൻ, ടി.കെ.സി. വടുതല, കവിയൂർ മുരളി, വെട്ടൂർ രാമൻ നായർ. ആരാണ് ചങ്കരാന്തി അട എന്ന് പറയുന്ന ഈ കഥയുടെ കർത്താവ്? അത് ടി.കെ.സി. വടുതലയാണ്. ടി.കെ.സി. വടുതലയാണ്. മേബിൾ അമ്മായി എന്ന സാറാ ജോസഫിന്റെ കഥാപാത്രം ഏത് ചെറുകഥയിലേതാണ്? പാവത്തറ, മുടിത്തെയ്യമുറയുന്നു, ചാവുനിലം, ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും. ഏതാണ് ശരിയായ ഉത്തരം? അത് ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും. ഓപ്ഷൻ 4 എന്നുള്ളതാണ് ശരിയായ ഉത്തരം കേട്ടോ. 4ാമത്തെ ഉത്തരമാണ് ശരി. ഓക്കെ. പാല എന്ന സ്ഥലം, കപ്പ കൃഷി, എലി എന്നീ സൂചനകൾ. കഥാകൃത്തും കഥയും ഏത് എന്നുള്ളത് തിരഞ്ഞെടുക്കണം, അല്ലെ? പൊൻകുന്നം വർക്കി ഇടിവണ്ടി. സോറി കേട്ടോ, ഇവിടെ പൊൻകുന്നം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പൊൻകുന്നം വർക്കി എന്നുള്ളതാണ് കേട്ടോ. ഇടിവണ്ടി, മുട്ടത്ത് വർക്കി പുതിയ മണ്ണ്, പാറപ്പുറത്ത് ആ പൂമൊട്ട് വിരിഞ്ഞില്ല, സക്കറിയ നമ്മുടെ പറുദീസ നഷ്ടം എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഉത്തരം. സക്കറിയ നമ്മുടെ പറുദീസ നഷ്ടം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ, നോക്കാം. നായ കഥാപാത്രമാകുന്ന കഥകൾ മാത്രം ഉൾപ്പെടുന്ന ഗണം ഏതാണ്? ടൈഗർ ബഷീറിൻ്റെതാണ്. പുളിമുറി എം മുകുന്ദൻ, ഷെർലക് എം.ഡി. വാസുദേവൻ നായർ, ശേഖൂട്ടി ടി പത്മനാഭൻ, ഉടമസ്ഥൻ വിനോയ് തോമസ്. അപ്പോൾ നമ്മുടെ ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, അല്ലെ? അതായത് എന്താണ്? നായ കഥാപാത്രമാകുന്ന കഥകൾ മാത്രം, ചേരുംപടി ചേർക്കുക അല്ലേ? നായ കഥാപാത്രമാകുന്ന കഥകൾ മാത്രം ഉൾപ്പെടുന്ന ഗണം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ടൈഗർ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. ടൈഗർ ശരിയായ ഉത്തരമാണ്. അടുത്തത് ശേഖൂട്ടിയും അടുത്തത് ഉടമസ്ഥൻ. ഇത് മൂന്നുമാണ് നായ കഥാപാത്രമാകുന്ന കഥകൾ മാത്രം ഉൾപ്പെടുന്ന ഗണം. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചേരുംപടി ചേർക്കുക. പട്ടിക 1ഉം 2ഉം പരിശോധിക്കാം. ചാരുമാനം, കെനിയാശാൻ, ചൂണ്ടക്കാരൻ, രാമച്ചി. ഇത് ആരുടേതാണ് കഥകൾ എന്നുള്ളത് നമുക്ക് പട്ടിക 2മായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടുപിടിക്കേണ്ടതാണ്, അല്ലെ? എസ് ഹരീഷ്, വിനോയ് തോമസ്, അമൽ, പ്രിൻസ് ഐമനം. അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? ചാരുമാനം. ആരുടേതാണ് ചാരുമാനം, അല്ലെ? ആരുടേതാണ് ചാരുമാനം എന്നുള്ളത് കണ്ടുപിടിക്കണം. ചാരുമാനം പ്രിൻസ് ഐമനത്തിൻ്റെതാണ്. പ്രിൻസ് ഐമനം രചിച്ചതാണ് ചാരുമാനം. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചൊരു ട്രിക്ക് ഉണ്ടല്ലോ, അല്ലെ? അതായത് ഓപ്ഷൻ A4 എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ A2 എന്നുള്ളത് നമ്മൾ അങ്ങ് കട്ട് ചെയ്യാം. ബാക്കി 3 A4 തന്നെയാണ് പറയുന്നത്. ഇനി കെനിയാശാൻ ആരുടെയാണ് നോക്കാം. കെനിയാശാൻ അത് അമലിൻ്റെതാണ്, അല്ലെ? അമലിൻ്റെതാണ് കെനിയാശാൻ. അപ്പോൾ B3 വരുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിയും കട്ട് ചെയ്യാം. അടുത്തത് ചൂണ്ടക്കാരൻ. ആരുടേതാണ് ചൂണ്ടക്കാരൻ ആരുടേതാണ്? അത് എസ് ഹരീഷിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉത്തരത്തിലെത്തി. ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ A. രാമച്ചി അപ്പോൾ ആരുടേതാണ്? വിനോയ് തോമസിൻ്റെതാണ് രാമച്ചി. ഓക്കെ, അങ്ങനെ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രമതിയുടെ കഥാസമാഹാരം. റെയിൻഡിയർ, അഗ്നി, ഒരു ലെസ്ബിയൻ പശു, അപൂർണ വിരാമങ്ങൾ. അപ്പോൾ ചന്ദ്രമതിയുടെ കഥാസമാഹാരങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്?
റെയിൻഡിയർ ആണ്. ഓപ്ഷൻ എ റെയിൻഡിയർ ആണ് ശരിയായ ഉത്തരം. അഗ്നി ആരുടേതാണ്? അഗ്നി ആരുടേതാണ്? അത് സിത്താരയുടേതാണ്. അഗ്നി സിത്താരയുടേതാണ്. ഒരു ലെസ്ബിയൻ പശു നമുക്കറിയാം ആരുടേതാണ്? ഇന്ദുമേനോൻ. ഇന്ദുമേനോന്റേതാണ്. അടുത്തത് അപൂർണ വിരാമങ്ങൾ. അപൂർണ വിരാമങ്ങൾ അക്ഷിതയുടേതാണ്. അക്ഷിത. അപ്പോൾ കഥാസമാഹാരങ്ങളായിരുന്നു ചോദിച്ചത്. ചന്ദ്രമതിയുടെ കഥാസമാഹാരം റെയിൻഡിയർ ആണ്. അഗ്നി സിത്താരയുടേതാണ്. ഒരു ലെസ്ബിയൻ പശു ഇന്ദുമേനോന്റേതാണ്. അപൂർണ വിരാമങ്ങൾ അക്ഷിതയുടേതാണ്. അക്ഷിതയുടേതാണ്. അടുത്ത വീണ്ടും ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. മനുഷ്യാലയ ചന്ദ്രിക, വാസ്തുതത്വം, ഗംഭീര വിക്രമ, ജ്ഞാനസ്നാനം. ഇത് രചിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് നോക്കാം. സാറ ജോസഫ്, സുഭാഷ് ചന്ദ്രൻ, കെ രേഖ, ആർ ഉണ്ണി. അപ്പോൾ മനുഷ്യാലയ ചന്ദ്രിക ആരുടേതാണ്? മനുഷ്യാലയ ചന്ദ്രിക ആരുടേതാണ്? കെ രേഖയുടേതാണ് അല്ലെ? കെ രേഖയുടേതാണ് മനുഷ്യാലയ ചന്ദ്രിക. അപ്പോൾ ഓപ്ഷൻ എ 3 വരുന്നത് നമുക്ക് നിലനിർത്താം, ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്യാം അല്ലെ? അപ്പോൾ 2 വേണ്ട, 4 വേണ്ട. അടുത്ത നോക്കാം. വാസ്തുതത്വം അല്ലെ? അത് ആരുടേതാണ്? സാറാ ജോസഫിന്റേതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓപ്ഷൻ 3 ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഏതായിരുന്നു? സി ഉണ്ണിയാറാണ് അല്ലെ? ഗംഭീര വിക്രമ ഉണ്ണിയാറിൻ്റെതാണ്. ജ്ഞാനസ്നാനം സുഭാഷ് ചന്ദ്രന്റേതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഈ സന്തോഷ് കുമാറിന്റെ കഥകൾ. ഏതാണ് ഈ സന്തോഷ് കുമാറിന്റെ കഥകൾ? ഛേദാംശ ജീവിതം, ചാവുകളി, ചട്ടമ്പി സദ്യ, അവനവൻ തുരുത്ത്, 3 വിരലുകൾ. അപ്പോൾ ഈ സന്തോഷ് കുമാറിന്റെ കഥകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തണം അല്ലെ? ഈ സന്തോഷ് കുമാറിന്റെ കഥകളാണ് ചാവുകളി. ഓപ്ഷൻ ബി ചാവുകളി. അതുപോലെ തന്നെ 3 വിരലുകൾ. അപ്പോൾ ബിയും ഇയുമാണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ ഛേദാംശ ജീവിതം ആരുടേതാണ്? പ്രമോദ് രാമന്റേതാണ്. ഛേദാംശ ജീവിതം ആരുടേതാണ്? പ്രമോദ് രാമൻ. രാമന്റേതാണ്. ചട്ടമ്പി സദ്യ ആരുടേതാണ്? GR ഇന്ദുഗോപന്റേതാണ്. GR ഇന്ദുഗോപന്റേതാണ്. അവനവൻ തുരുത്ത് ദേവദാസ് VM. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകൾ കൂടി പരിശോധിച്ചു പോകാം. നോക്കാം. രാഗനിബദ്ധമല്ല മാംസം എന്ന കഥ രചിച്ചത് ബി മുരളിയാണ്. രാഗനിബദ്ധമല്ല മാംസം ബി മുരളിയാണ്. അടുത്തത് പറുദീസ നഷ്ടം. അതാരുടേതാണ്? പറുദീസ നഷ്ടം സുഭാഷ് ചന്ദ്രന്റേതാണ്. ഇനി കൊച്ചു വാക്കുകളുടെ ശബ്ദതാരാവലി വിനു എബ്രഹാം. ഒന്നുകൂടെ പറയാം. കൊച്ചു വാക്കുകളുടെ ശബ്ദതാരാവലി വിനു എബ്രഹാം. ഇത് നോക്കൂ. ബാബരി പശ്ചാത്തലമാകുന്ന സന്തോഷ് എച്ചിക്കാനത്തിന്റെ കഥ. സന്തോഷ് എച്ചിക്കാനത്തിന്റെ കഥ ഏതാണ്? കവണ എന്നുള്ളതാണ്. അടുത്ത് നോക്കൂ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം തേടിയിട്ടുള്ള മരണവിദ്യാലയം കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ്.
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള മരണവിദ്യാലയം. മരണവിദ്യാലയം അത് രചിച്ചതാരാണ്? സുസ്മേഷ് ചന്ദ്രോത്താണ്. സുസ്മേഷ് ചന്ദ്രോത്താണ് അത് രചിച്ചിട്ടുള്ളത്. അടുത്ത നോക്കാം, വൃദ്ധ കഥാസാഗരം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. വൃദ്ധ കഥാസാഗരം, വൃദ്ധ കഥാസാഗരം അത് ഹരിദാസ് കരിവെള്ളൂർ. ഹരിദാസ് കരിവെള്ളൂരാണ്. അതുപോലെ തന്നെ ഈ കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന മറ്റൊരു കൃതിയാണ് വൃദ്ധജന ബാങ്ക്. അതാരുടേതാണ്? EP ശ്രീകുമാർ. EP ശ്രീകുമാറാണ്. അപ്പോൾ വൃദ്ധകഥാസാഗരം ഹരിദാസ് കരിവെള്ളൂരാണ്. വൃദ്ധജന ബാങ്ക് EP ശ്രീകുമാറിൻ്റെതാണ്. ഇനി നോക്കൂ, 2006 ചെറുകഥാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുള്ള ചാവുകളി ആരാണ് രചിച്ചത്? E സന്തോഷ് കുമാറാണ്. E സന്തോഷ് കുമാറിൻ്റെതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള 2006 ചെറുകഥ ചാവുകളി. ഇനി കബ്രാളും കാശിനെട്ടും. കബ്രാളും കാശിനെട്ടും KS രതീഷിൻ്റെതാണ്. KS രതീഷ്. ഇനി ജിൻഷാ ഗംഗയുടെ കഥകൾ നോക്കാം. ജിൻഷാ ഗംഗയുടെ അഗ്രസന്ധനി. അതുപോലെ തന്നെ ഒട അഗ്രസന്ധനി, ഒട തുടങ്ങിയിട്ടുള്ളവ. ഇനി മൃദുൽ വിഎമ്മിൻ്റെത് കുള എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയൊരു യുവ സാഹിത്യകാരനാണ് അഖിൽ കെ. നീലച്ചടയൻ. അഖിൽ കെയുടേതാണ് നീലച്ചടയൻ. ഇനി കെ രേഖയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള കഥയാണ് ഏതാണ്? മാനാഞ്ചിറ. സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ്. ചോലമരങ്ങളില്ലാത്ത വഴി എന്ന കഥ രചിച്ചിട്ടുള്ളത് KP സുധീരയാണ്. ചോലമരങ്ങൾ ഇല്ലാത്ത വഴി എന്നുള്ള കഥ രചിച്ചിട്ടുള്ളത് KP രാമനുണ്ണിയുടെ ആദ്യ കഥയാണ്. KP രാമനുണ്ണിയുടെ ആദ്യ കഥയാണ് ശവസംസ്കാരം. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ള അശോകൻ ചരുവിലിന്റെ കൃതിയാണ് ഒരു രാത്രിക്ക് ഒരു പകൽ. ഇനി അടുത്ത നോക്കാം, ഇന്ദുലേഖ രണ്ടാം ദിവസം എന്ന കഥ രചിച്ചത്. ഇന്ദുലേഖ രണ്ടാം ദിവസം എന്ന കഥ രചിച്ചത് ആരാണ്?
അംബികാസുധൻ മാങ്ങാടാണ്. അംബികാസുധൻ മാങ്ങാടാണ്. അപ്പോൾ നമ്മൾ ചെറുകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരമാവധി ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഈ നമ്മുടെ ചെറുകഥ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഒട്ടേറെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ HSIയുടെയും HSSTയുടെയൊക്കെ ഉൾപ്പെടെയുള്ള സെറ്റ്, കേട്ടിട്ട് തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുകഥ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ചോദ്യ ഉത്തരങ്ങൾ ചർച്ച ചെയ്തതിന്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെറുകഥ എന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു ഭാഗമാണ് നോവൽ സാഹിത്യം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി.